ആകാശത്തെ യുദ്ധവിമാനങ്ങളെക്കാൾ കരുണ ഈ മിണ്ടാപ്രാണികൾക്കൊപ്പം ജീവിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഗസ സിറ്റിയിൽ നിന്നുള്ള ആദേൽ ഗോമയുടെ വാക്കുകളാണിവ. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതലുള്ള നഷ്ടങ്ങളിൽ വീടും വാസസ്ഥലവും കൈവിട്ടുപോയ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ആദേലും അദ്ദേഹത്തിന്റെ കുടുംബവും. തെക്കൻ ഗസ മുനമ്പിലെ റഫയിലാണ് ഗോമ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. നനഞ്ഞ റൊട്ടി കഴിക്കുന്ന സിംഹക്കുഞ്ഞുങ്ങൾ, തക്കാളിപ്പഴം കഴിച്ച് ജീവിക്കുന്ന കുരങ്ങന്മാർ, ഇങ്ങനെ ഗോമ കുടുംബം നടത്തുന്ന സ്വകാര്യ മൃഗശാലയിൽ അമ്പരപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നിരവധിയുണ്ട്. ഗസയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത പട്ടിണി അനുഭവിക്കുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ ഭക്ഷണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അവിടുത്തെ ജീവജാലങ്ങളും. സിംഹങ്ങളും പുലികളും അടക്കം പാർക്കുന്ന ഭീമാകാരന്മാരായ കൂടുകൾ, അവയുടെ കമ്പിയിഴകളിൽ കൈപിടിച്ച് അവയെ നോക്കി നിൽക്കുന്ന കുട്ടികളും മുതിർന്നവരും. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത മൃഗങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ. യുദ്ധം മൂലം പല ദിവസവും ഭക്ഷണവും വൈദ്യസഹായവും ലഭിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ 4 കുരങ്ങന്മാർ കഴിഞ്ഞ 1 മാസത്തിനിടെ പട്ടിണി കിടന്നു ചത്തു. അവശേഷിക്കുന്നവയിൽ ഒരെണ്ണം കടുത്ത അവശനിലയിലും. മൃഗശാലയിലെ 2 സിംഹക്കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കയിലാണ് ഗോമ കുടുംബം. അവയുടെ ജീവൻ നിലനിർത്താൻ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിൽ കുതിർത്താണ് കഴിക്കാൻ കൊടുക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൃഗങ്ങളിൽ പലതിന്റെയും ഭാരം പകുതിയോളം കുറഞ്ഞു. ദിവസേന കൊടുത്തുകൊണ്ടിരുന്ന കോഴിയിറച്ചിയിൽ നിന്ന് ആഴ്ച തോറുമുള്ള റൊട്ടിയിലേക്കെത്തി മൃഗങ്ങളുടെ ഭക്ഷണരീതി. ദിവസം ചെല്ലുന്തോറും മൃഗങ്ങൾ രോഗബാധിതരാകുകയും പട്ടിണി കിടന്ന് ചത്തുപോകുകയും ചെയ്യുകയാണെന്ന് ഗസയിലെ മൃഗഡോക്ടർ സോഫിയാൻ അബ്ദീൻ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് മൃഗശാലയിലെ ഒരു സിംഹം 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. നിർഭാഗ്യവശാൽ ആ സിംഹം തന്നെ തന്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചു. യുദ്ധത്തിലെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കാരണം മൃഗങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മൃഗങ്ങളുടെ തീറ്റയുടെ വില പെട്ടെന്ന് കുതിച്ചുയർന്നതും ക്ഷാമത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചെറിയ പക്ഷികൾക്കുള്ള ഒരു ചാക്ക് തീറ്റയ്ക്ക് വില 70 ഷെക്കലുണ്ടായിരുന്നത് ഇപ്പോൾ 400 ഷെക്കലായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന പഴങ്ങളും റൊട്ടിയും കൂടി തീർന്നാൽ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് മൃഗശാല ജീവനക്കാർ. ഗസയിലെ 2.3 മില്യൺ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളെ തുടർന്ന് റഫയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും നിർബന്ധിതമായി പലായനം ചെയ്യേണ്ടി വന്നവരാണ്. നിരവധി പേർ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ താമസ സ്ഥലങ്ങളെല്ലാം അവശിഷ്ടങ്ങളായി മാറി. റഫയിലെ തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിൽ സുരക്ഷിതത്വം തേടിയും തെരുവുകളിൽ ടെന്റുകൾ കെട്ടിയുമുള്ള അതിജീവനത്തിനിടെയാണ് ഗോമ കുടുംബം നടത്തുന്ന മൃഗശാലയിൽ അഭയാർത്ഥികൾ എത്തുന്നത്. ഇന്ന് മൃഗശാലയിലെ കൂടുകൾക്ക് പരിസരത്ത് നേർത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വരിഞ്ഞുകെട്ട് താമസിക്കുന്നത് നിരവധി പേരാണ്. അലക്കും കുളിയും പാചകവുമെല്ലാം ഈ മൃഗങ്ങൾക്കിടയിൽ തന്നെ. തങ്ങൾക്കൊപ്പം ജീവൻ നിലനിർത്താൻ പോരാടേണ്ടി വരുന്ന മൃഗങ്ങളുടെ ദുരവസ്ഥയിൽ നിസ്സഹായരാണ് ഈ മനുഷ്യർ.